ഹായ്, ലണ്ടൻ ഡെയിലി ജേണിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലണ്ടനിൽ വെച്ച് പ്രോമിസ് ചെയ്തിരുന്നു കേരളത്തിലുള്ള യുണീക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കും, ഷെയർ ചെയ്യുന്നു. എല്ലാവരും എനിക്ക് കമൻറ്റിൽ മെസ്സേജ് വായിക്കാറുണ്ട്. എന്താണ് എൻ്റെ പ്രൊഫഷൻ, എന്താണ് ഞാൻ ചെയ്യുന്നത്, എൻ്റെ ഡെയിലി ലൈഫ് എങ്ങനെയാണ് പോകുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എൻ്റെ പ്രൊഫഷനിൽ, എൻ്റെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാനൊരു ദിവസം ചെയ്യുന്നത് എന്നുള്ളതാണ്. ആസ് എൻ ആർട്ടിസ്റ്റ് എത്ര മണിക്ക് എണീക്കണം, എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു, എങ്ങനെ ഒരു ടീം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എണീച്ച് കുളിച്ച് റെഡി ആയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 6 o'clock ആയിട്ടുണ്ട്. താഴെ വണ്ടി വന്ന് കിടപ്പുണ്ട്. സോ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും ഭയങ്കര ഈസിയാണെന്ന്. ഒരാളുടെ ലൈഫ് തന്നെ ആർട്ടിസ്റ്റിൻ്റെ മിക്കതും സ്റ്റാർട്ട് ചെയ്യുന്നത് അറൗണ്ട് 5 o'clock 5:30 ആകുമ്പോഴാണ്. കാരണം അവർക്ക് ഇൻഡോർ ഷൂട്ട് ചെയ്യാനുണ്ടാവും, ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാനുണ്ടാവും. ചിലപ്പോൾ ക്ലൈമറ്റ് മോശമാണെന്നുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കും. അതെല്ലാം നിങ്ങൾക്ക് വഴിയെ കാണാൻ പറ്റും. സോ എൻ്റെ വണ്ടി വന്ന് താഴെ കിടപ്പുണ്ട്. ഇനി ഞാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൊക്കേഷനിൽ എത്താൻ വൈകും. ഇപ്പോൾ തന്നെ 6 o'clock ആയി. 6 o'clock ആകുമ്പോൾ ഞാൻ എനിക്ക് അറിയണം. സോ ഓൺ ദി വേയിൽ ബാക്കി വിശേഷങ്ങൾ പറഞ്ഞു വരും. ഓക്കെ, വണ്ടി ഓൾറെഡി വന്ന് കിടപ്പുണ്ട്. ഓൾറെഡി ലേറ്റ് ആണ്. അപ്പോൾ ഞാൻ മൂവ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഞാൻ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് രഹനയുടെ വീടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ വീടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഷൂട്ട് ചെയ്യാൻ നേരത്ത് ഞാൻ എത്ര കോസ്റ്റ്യൂംസ് മാറുന്നുണ്ട്. ഇപ്പോൾ ടൈം ഏകദേശം 6:30 ആവാൻ പോകുന്നു തോന്നുന്നു. സോ 6:30 തൊട്ട് ഞങ്ങളുടെ വർക്ക് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. സോ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ ഓൺ ദി വേ. ഓക്കെ, ഇതിനെ മറ്റേ കോസ്റ്റ്യൂമിൽ മനസ്സിലാവുന്നത് ചേട്ടാ ഇരിക്കൂ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിരിക്കുകയാണ്. ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നു. ഔട്ട്ഡോർ ഷൂട്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറാൻ പോവാണ്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ മേക്കപ്പ് റൂമിലേക്ക്. ഓക്കെ, ഓരോരുത്തരായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും കോസ്റ്റ്യൂം ഇട്ടു. ഇനി എനിക്ക് ഹെയർ സ്റ്റൈലും കൂടെ ബാക്കിയുണ്ട്. ഓരോരുത്തർ ഹെയർ സ്റ്റൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബിഹൈൻഡ് ദ സ്ക്രീൻസ് എന്തൊക്കെ നടക്കുന്നത് നിങ്ങൾ കണ്ടു. പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ യൂണിറ്റ്, അതുപോലെ തന്നെ ക്യാമറ സെക്ഷൻ, അങ്ങനെ ഓരോ സെക്ഷൻ വൈസ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. സോ ഇനിയും മുമ്പോട്ടുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഓക്കെ, അപ്പൊ നീ അങ്ങോട്ട് ടേൺ ചെയ്ത് ഇങ്ങോട്ട് ഇതുവരെ ഇല്ല. അറിയുമ്പോ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്റെ പ്രസൻസിൽ ശരത്തേട്ടനും ജോൺ ടീച്ചറും തമ്മിൽ കണ്ടു. ശരത്തേട്ടന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു കൂടിക്കാഴ്ച. ആ സമയത്തൊക്കെ റോൺ ടീച്ചർ കരയുക. ശരത്തേട്ടനെ കണ്ട ശേഷം
താങ്ക് യു. അങ്ങനെ കോഫി ടൈമായി. ആക്ച്വലി ഔട്ട്ഡോറിൽ ഷൂട്ട് നടക്കുന്നുണ്ട് കുറച്ച് പേർക്ക്. ഞാൻ ഈ കോഫി കുടിച്ചതിന് ശേഷം ഔട്ട്ഡോറിലേക്ക് പോകുന്നതാണ്. നല്ല സൂപ്പർ കോഫിയാണ് ഞങ്ങൾക്ക് വേണ്ടി അരുൺ ചേട്ടൻ സ്പെഷ്യലി ഉണ്ടാക്കി തരുന്നത്. ഇനിയും ഔട്ട്ഡോർ ഷൂട്ട് നിങ്ങളെ കാണിച്ചു. ഓക്കെ. അങ്ങനെ രാത്രി 8:20 സമയം. ഇതുവരെ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല. സ്റ്റിൽ ഇറ്റ്സ് ഗോയിങ് ഓൺ. ഔട്ട്ഡോറും ഇൻഡോറും ഞങ്ങളുടെ കോസ്റ്റ്യൂം ചേഞ്ചിങ്ങും ഇവിടെയുള്ള ബാക്കി ക്രൂസിൻ്റെ വർക്ക് എല്ലാം നിങ്ങൾ കണ്ടു. ഇനിയും സീൻസ് 2 ബാക്കി എടുക്കാനുണ്ട്. ഡിന്നറൊന്നും കഴിച്ചിട്ടില്ല. സോ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ ഓൺ ദി വേയിൽ വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് പറയുന്നതായിരിക്കും. ഓക്കെ. ആ പോണോ? ബൈ. ഇല്ല കഴിഞ്ഞു. ബൈ. ഇല്ല ഇപ്പോൾ ടൈം 9:30. ഓക്കെ. 9:30 ആയപ്പോഴാണ് ഞാൻ റൂമിലെത്തിയത്. 5:30 ആയപ്പോൾ ഞാൻ ഈ ബെഡിൽ നിന്നാണ് എൻ്റെ ഡേ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾ ഇന്ന് എൻ്റെ കൂടെ ട്രാവൽ ചെയ്തു. നിങ്ങൾ ഇന്ന് പല കാര്യങ്ങളും കണ്ടു. ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര ഈസി ജോബാണ്, ഭയങ്കര എന്താ പറയുക കൂളായിട്ടിരിക്കാൻ പറ്റുന്ന ജോബാണെന്ന്. അതല്ല ഇന്ന് നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലായി കാണും. ബിക്കോസ് ഇന്ന് ഞാൻ വർക്ക് ചെയ്തത് ഭാര്യ സീരിയൽ ഏഷ്യാനെറ്റിൽ 6:30 ടെലികാസ്റ്റ് ചെയ്യുന്ന സീരിയലിൻ്റെ ലൊക്കേഷൻ ആണ് നിങ്ങളെ ഞാൻ കാണിച്ചത്. ബിഹൈൻഡ് ദ സ്ക്രീൻ എന്തൊക്കെ നടക്കുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് ഓടുന്നത്, അതുപോലെ തന്നെ എത്ര പേരുടെ കഷ്ടപ്പാടുണ്ട് എന്നെല്ലാം നിങ്ങൾ കണ്ടു. അതുപോലെയാണ് ഞങ്ങൾ ഓരോരുത്തരുടെയും ലൈഫ്. ഓരോ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുകളുണ്ട്. കഷ്ടപ്പെട്ടാൽ ദൈവം അതിന് തീർച്ചയായിട്ടും പ്രതിഫലം തരും. പ്രത്യേകിച്ചും ഇന്നിപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഭാര്യ സെറ്റിൽ ഞങ്ങളുടെ പ്രൊഡ്യൂസർ കാരണം 10-50 കുടുംബങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ഞങ്ങളുടെ പ്രൊഡ്യൂസറിൻ്റെ പേര് രമേഷ് ബാബു എന്നാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഡയറക്ടർ മനു സാർ, ഞങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്റർ പണിക്കർ സാർ, ഒരുപാട് പേരുടെ എന്താ പറയുക ഹാർഡ് വർക്കാണ് ഞങ്ങളെല്ലാം ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. അപ്പം നിങ്ങൾക്കിന്ന് മനസ്സിലായി കാണും ഞങ്ങളുടെ ആർട്ടിസ്റ്റുകളുടെ ലൈഫ് അത്ര ഈസി അല്ല. സോ ഞാൻ ഈ വീഡിയോ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു, ഇൻക്ലൂഡിങ് എന്നെയും കൂടെ ചേർത്ത്. അതുപോലെ തന്നെ ഒരുപാട് നല്ല പ്രൊഡ്യൂസേഴ്സ്, നല്ല ഡയറക്ടേഴ്സ് ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നത്. എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. കേരളത്തിലെ യൂണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളുമായി ഇനി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നതായിരിക്കും. സോ ഗുഡ് നൈറ്റ് ഗൈസ്, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്.